നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് ഗ്രീൻ ഹെൽ ഭാഗം 3. 1910 സ്വീഡിഷ് അമേരിക്കൻ സാഹസികനായിരുന്ന ഒകെ അലഗോൾ ലാംഗ അപ്പർ ആമസോൺ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ആമസോണിന്റെ പോഷക നദികളിൽ ഒന്നായ യവാരി നദിയിലേക്ക് വന്നു ചേരുന്ന ഇത്തക്കുവായി നദിയുടെ തീരത്തുള്ള ഫ്ലോറസ്റ്റ എന്ന സെറ്റിൽമെന്റിലാണ് ലാംഗ അവസാനം ചെന്നെത്തിയത്. ആ എസ്റ്റേറ്റിലെ റബ്ബർ ടാപ്പേഴ്സിന്റെ കൂടെ ജീവിക്കുവാനും ആമസോൺ വനങ്ങളിൽ വേട്ട നടത്തുവാനും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ലാംഗ തനിച്ച് തൻ്റെ തൂക്കുമായിട്ട് ഫ്ലോറസ്റ്റ സെറ്റിൽമെന്റിനടുത്തുള്ള റബ്ബർ വനത്തിലേക്ക് കയറും. അവസാനം ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു പന്നിയും അറുത്തുകൊണ്ടാവും അദ്ദേഹം മടങ്ങി വരിക. ഇത്തരം കാടുകളിൽ എന്തൊക്കെ തരം ജീവികളാണ് ഉള്ളതെന്നായിരുന്നു ലാംഗ എപ്പോഴും ചിന്തിച്ചിരുന്നത്. എന്നാൽ അസാമാന്യ വലിപ്പമുള്ള ഒരുതരം പാമ്പ് ഈ ഭാഗങ്ങളിൽ ധാരാളം ഉണ്ടെന്ന് കേട്ടതോടെ ലാംഗയ്ക്ക് ആവേശമായി. ചില കഥകൾ കൂടി കേട്ടതോടെ അത്തരം ഒരെണ്ണത്തിനെ കണ്ടെത്തി കൊല്ലണം, അതിന്റെ തൊലി ഉരിച്ചെടുക്കണം എന്നൊക്കെ ലാംഗയ്ക്ക് തോന്നി തുടങ്ങി. ഫ്ലോറസ്റ്റ സെറ്റിൽമെന്റിൽ നിന്നും വലിയ ദൂരത്തല്ലാത്തടത്ത് മനോഹരമായ ഒരു തടാകമുണ്ടായിരുന്നു. ഇത്തക്കുവായി നദിക്ക് സമാന്തരമായിട്ടാണ് അത് കിടന്നിരുന്നത്. നദിയുടെ അത്രയും വീതി ഉണ്ടായിരുന്നില്ലെങ്കിലും നദിയോട് ചേർന്ന് ഏതാണ്ട് 5 മൈൽ നീളത്തിലാണ് അത് കിടന്നിരുന്നത്. ഒരേ ഒരു സ്ഥലത്ത് വെച്ച് മാത്രമാണ് തടാകത്തിന് ഇത്തക്കുവായി നദിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നത്. വേനൽക്കാലത്ത് വറ്റി വരണ്ടു പോകുമായിരുന്ന ഈ തടാകത്തിന് കുറുകെ മറഞ്ഞു കിടന്നിരുന്ന ഒരു മരത്തിന്റെ മുകളിലൂടെ തടാകത്തിന്റെ ഇരു കരകളിലേക്കും പോകുവാനും സാധിച്ചിരുന്നു. പക്ഷേ ജനുവരിയിൽ വെള്ളം ഉയരുന്നതോടെ ഈ തടാകം അതിമനോഹരമായ ഒരു സ്ഥലമായി മാറും. ആ സമയത്ത് ഫ്ലോറസ്റ്റയിലെ ആളുകൾ തുണി കഴുകുവാനും മീൻ പിടിക്കുവാനും ഒക്കെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. ഫ്ലോറസ്റ്റയിൽ താമസമാക്കിയ ശേഷം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ലാംഗ ഈ തടാകത്തിൽ എത്തിച്ചേരുന്നത്. ജോൺ എന്നു പേരുള്ള ഒരു നേറ്റീവ് അമേരിക്കനായിരുന്നു ആ സമയം ലാംഗയുടെ കൂട്ടിനുണ്ടായിരുന്നത്. തടാകത്തിന്റെ ശാന്തത കണ്ടിട്ട് ലേക്ക് ഇന്നസെൻസ് എന്ന പേരാണ് ലാംഗ അതിനിട്ടത്. എന്നാൽ കാണുന്നത് പോലെ തടാകം ശാന്തനും കുലീനനുമൊന്നും അല്ല എന്നാണ് ജോൺ ലാംഗയോട് പറഞ്ഞത്. അതിൻ്റെ കാരണം ലാംഗയ്ക്ക് ഉടൻ തന്നെ പിടികിട്ടുകയും ചെയ്തു. 6ഓളം വലിയ മുതലകൾ ആ തടാകത്തിൽ സ്ഥിരമായിട്ട് തന്നെ താമസം ഉറപ്പിച്ചിരുന്നു. കൂടാതെ ഒട്ടനവധി കുഞ്ഞൻ മുതലകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ലാംഗയുടെ വിവരണങ്ങളിൽ നിന്നും അദ്ദേഹം ഇപ്പോഴുള്ള അപ്പർ ആമസോൺ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബ്ലാക്ക് കെയ്മൻ എന്നറിയപ്പെടുന്ന മുതലകളെയാണ് അദ്ദേഹം കണ്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം. ആമസോണിൽ ഉടനീളം കാണപ്പെടുന്ന കെയ്മൻ മുതലകളിൽ ഏറ്റവും വലുപ്പമേറിയതാണ് 5 മീറ്റർ വരെയും നീളം വെക്കുന്ന ബ്ലാക്ക് കെയ്മൻ മുതലകൾ. ഇവയ്ക്ക് പക്ഷേ 6 മീറ്റർ വരെയും നീളമുള്ളതായിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ലാംഗ കണ്ടതും 6 മീറ്റർ നീളമുള്ളവയാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കൂടാതെ ഒഴുക്കുള്ള പ്രധാന നദികളിൽ നിന്നും മാറി ഇത്തരം തടാകങ്ങളിലും ചതുപ്പിലുമൊക്കെയാണ് ഈ ബ്ലാക്ക് കെയ്മൻ മുതലകൾ ജീവിക്കുന്നത്. അനക്കോണ്ടകളും ബ്ലാക്ക് കെയ്മനുകളും അപൂർവമായിട്ട് ആമസോൺ തീരങ്ങളിൽ ഏറ്റുമുട്ടാറുണ്ട്. ഇങ്ങനെയുള്ള യാത്രാനുഭവങ്ങളും പുതിയ കഥകളും കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കായുള്ള പുതിയ നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചും ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അത്തരത്തിലൊരു അവസരം ഇപ്പോൾ HDFC ലൈഫ് ഒരുക്കുന്നുണ്ട്. അവരുടെ NFO ടോപ്പ് 500 മൾട്ടി ഫാക്ടർ 50 ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് മച്യൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ₹1 പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാം. കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ മാസം, അതായത് സെപ്റ്റംബർ 30 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ NFOയെ കുറിച്ച് അറിയുവാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. NAV ₹10. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് 21%, കഴിഞ്ഞ 5 വർഷത്തിൽ 28.1%മാണ് CAGR റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് HDFC ലൈഫ് ഈ NFOയിലൂടെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ മാസം പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ വർഷം ₹2.5 ലക്ഷം വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ₹18,000 വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, സെപ്റ്റംബർ 30 വരെയാണ് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 3 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. ആമസോണിൽ തന്നെയുള്ള സ്പെക്ടക്കിൾഡ് കെയ്മൻസ് 2 മീറ്റർ മാത്രം നീളമുള്ള ചെറിയ മുതലകളാണ്. ജാഗ്വാറുകൾ സാധാരണ പിടികൂടുന്നത് ഇവറ്റകളെയാണ്. നമ്മൾ ചില വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലോ. ആമസോണിൽ കൂടുതൽ സ്ഥലങ്ങളിലും കാണപ്പെടുന്നത് ഇത്തരം ചെറിയ സ്പെക്ടക്കിൾഡ് കെയ്മൻസ് ആണ്. ഇനി മൂന്നാമതുള്ളത് സ്മൂത്ത് ഫ്രണ്ടഡ് കെയ്മനുകളാണ്. ഇതും വളരെ ചെറിയ മുതലകളാണ്. തിയഡോർ റൂസ്വെൽറ്റ് തൻ്റെ ആമസോൺ യാത്രയ്ക്കിടെ ഇത്തരം മുതലകളെ കണ്ടിരുന്നു. നദിയുടെ തീരത്തുള്ള മാളങ്ങളിലാണ് ഇവ കഴിയുന്നത്. ഇതിനും പുറമെ കുള്ളൻ കെയ്മനുകൾ എന്നറിയപ്പെടുന്ന ഡ്വാഫ് കെയ്മൻസ് ആണ് ഏറ്റവും ചെറിയ വർഗം. എന്തായാലും നമ്മുടെ ഒകെ അലഗോൾ ലാംഗ ലേക്ക് ഇന്നസെൻസിൽ കണ്ടിട്ടുണ്ടാവുക ഏറ്റവും വലിയ ഭീമൻ ബ്ലാക്ക് കെയ്മനുകളെ തന്നെയാണ്. തീരത്ത് ഒടിഞ്ഞു വീണ് കിടക്കുന്ന മരച്ചെല്ലുകൾക്കിടയിൽ അനങ്ങാതെ കിടക്കുന്ന ഇവയെ തിരിച്ചറിയുവാനായിട്ട് പ്രയാസമാണ്.
എന്നാൽ ആളുകൾ വള്ളങ്ങളിൽ തീരത്തേക്ക് ഇറങ്ങിയാൽ ഇവ വാലുകൊണ്ട് മണ്ണിലും വെള്ളത്തിലുമൊക്കെ അടിക്കുകയും തങ്ങളുടെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് മുമ്പുള്ള സമയങ്ങളിൽ ഇവ തീരത്ത് വെയിൽ കൊണ്ട് കിടക്കുന്നത് ലാങ്ക കണ്ടിട്ടുണ്ട്. എന്നാൽ വെയിലേറുന്നതോടെ ഇവ മണ്ണിൽ പുതഞ്ഞു മൂടിയാണ് കിടക്കുന്നത്. തീരത്ത് തന്നെ മരച്ചെല്ലുകൾ കൂടിക്കിടക്കുന്ന സ്ഥലത്താണ് ഇവ മുട്ടയിടുന്നത്. ഒരിക്കൽ ഈ മുട്ടകളുടെ അരികിലേക്ക് ചെന്ന ലാങ്കയെ ഒരു പെൺമുതല ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. മറ്റൊരു ദിവസം രാവിലെ തടാകം നദിയിലേക്ക് ചേരുന്ന ഭാഗത്ത് ആ ഒരു തീരത്ത് ഒരു തണലിൽ അദ്ദേഹം വിശ്രമിക്കാനായിട്ട്, നമ്മുടെ ഈ ലാങ്ക വിശ്രമിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഒരു ചൂട്ടെടുത്ത് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ച് അതും പുകച്ചുകൊണ്ട് തടാകത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന ലാങ്ക അറിയാതെ അതിലങ്ങ് ലയിച്ചിരുന്നു പോയി. തേനീച്ചകളുടെ മൂളലല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാനുണ്ടായിരുന്നില്ല. നല്ല ചൂടും വെയിലും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ലാങ്ക നന്നേ ക്ഷീണിതരുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടരികിലെ ജലത്തിലൂടെ എന്തോ ഒന്ന് നീങ്ങി വരുന്നത് അദ്ദേഹം കണ്ടിരുന്നുവെങ്കിലും വലിയ എന്തോ മീനാണെന്ന് കരുതി ലാങ്ക അത് അവഗണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ചലനം തൊട്ടടുത്ത് വരെ എത്തിയതോടെ ലാങ്കയുടെ ഉപബോധ മനസ്സ് അപകടം തിരിച്ചറിഞ്ഞു. ഞൊടിയിട കൊണ്ട് തന്റെ കൈവശം ഉണ്ടായിരുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റളിന്റെ സേഫ്റ്റി ലോക്ക് റിലീസ് ചെയ്ത ശേഷം അദ്ദേഹം തന്റെ അവസരത്തിനായി തയ്യാറായി നിന്നു. കൈമൽ ലാങ്കയെ തന്റെ ലക്ഷ്യമാക്കിയാണ് തീരത്തേക്ക് നീങ്ങി വന്നിരുന്നത്. പുല്ലുകൾക്കിടയിലൂടെ ആയിരുന്നുകൊണ്ട് തന്നെയാണ് ആ നീക്കം, ആ ചലനമൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാതിരുന്നത്. മുതല ഏതാണ്ട് 5 അടി ദൂരത്തെത്തിയപ്പോഴാണ് ലാങ്ക അപകടം തിരിച്ചറിഞ്ഞതും തോക്കെടുത്ത് എഴുന്നേറ്റ് നിന്നതും. അതുകൂടാതെ തന്റെ ക്യാമറയും അദ്ദേഹം തയ്യാറാക്കി നിർത്തിയിരുന്നു. കരയിലെ ഇത്തരം അനക്കങ്ങൾ കണ്ടതുകൊണ്ടാവണം കൈമൻ പെട്ടെന്ന് തന്നെ നിന്നു. ശേഷം വായ പൊളിച്ചുകൊണ്ട് ലാങ്കയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഭയന്നുപോയ ലാങ്ക ക്യാമറയിൽ നിന്നും പിടിവിട്ട് തോക്കെടുത്ത് മുതലയുടെ തുറന്ന വായ നോക്കി തന്നെ വെടിതീർത്തു. ബുള്ളറ്റ് തൊണ്ടയ്ക്കുള്ളിലേക്ക് തന്നെ കയറിപ്പോയതുകൊണ്ടാവണം വലിയ പിടച്ചിലും മറിച്ചിലും ഒന്നും കാണിക്കാതെ തന്നെ അത് ചത്തുമലച്ചു. വലിപ്പമില്ലാത്ത പ്രായക്കുറവുള്ള ഒരു കൈമൻ ആയിരുന്നു അത്. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ലാങ്ക ഒരിക്കൽ കൂടി ജോണിനെയും കൂട്ടി ലേക്ക് ഇന്നസെൻസിലേക്ക് മടങ്ങിയെത്തി. ഇപ്രാവശ്യം മീൻപിടുത്തമായിരുന്നു ലക്ഷ്യം. ജോണിന്റെ കയ്യിലും മത്സ്യത്തെ എഴുതു വീഴ്ത്തുവാനുള്ള തെറ്റാലിയും 4 അമ്പുകളും ഉണ്ടായിരുന്നു. കൂടാതെ 6 അടിയോളം നീളമുള്ള ഒരു ചാട്ടൂളി അഥവാ ഹാർപ്പൂണും അവർ കൈവശം കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു നാടൻ വള്ളത്തിലാണ് ഇരുവരും ഇപ്രാവശ്യം തടാകത്തിലെത്തിയത്. ശബ്ദമുണ്ടാക്കാതെ സാവധാനമാണ് അവർ തുഴഞ്ഞത്. പെട്ടെന്ന് എന്തോ തിരിച്ചറിഞ്ഞ ജോണ് ആവേശം കാരണം വള്ളത്തിൽ ചാടി എഴുന്നേറ്റ് നിന്നു. അവന്റെ ആവേശത്തിൽ വള്ളം മറിയുമോ എന്നായിരുന്നു ലാങ്കയുടെ ആശങ്ക. അടുത്ത നിമിഷം ജോൺ കയ്യിലിരുന്ന ചാട്ടൂളി എടുത്ത് വെള്ളത്തിലേക്ക് ആഞ്ഞു കുത്തി. ഹാർപ്പൂണിന്റെ മറ്റേ അറ്റത്തുണ്ടായിരുന്ന കയറിന്റെ അറ്റം ജോണിന്റെ കൈകളിൽ ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ അതിഭീകരമായ തിരയിളക്കം കണ്ടതോടെ വലിയ എന്തിലുമാണ് ചാട്ടൂളി കൊണ്ടിരിക്കുന്നതെന്ന് ലാങ്കയ്ക്ക് പിടികിട്ടി. അവസാനം വള്ളം മറിയുമെന്ന അവസ്ഥ വന്നപ്പോഴേക്കും ഇരുവരും വള്ളത്തിൽ തന്നെ മുട്ടിലിരുന്നുകൊണ്ട് കയറിന്റെ അറ്റം തോണിയിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ തുടങ്ങി. ഒടുവിൽ വലിയൊരു മത്സ്യമാണ് ചാട്ടൂളിയുടെ കൂട്ടത്തിൽ മുകളിലേക്ക് പൊന്തി വന്നത്. ആകെക്കൂടി പരന്ന ആകൃതി ഉണ്ടായിരുന്ന ആ മത്സ്യത്തിന് ചാട്ടൂളി പോലെ തന്നെ നീളമേറിയ ഒരു വാലും ഉണ്ടായിരുന്നു. നമ്മൾ തിരണ്ടി എന്ന് വിളിക്കുന്ന സ്ട്രിംഗ് റേ എന്ന ഇനം മത്സ്യമായിരുന്നു അത്. ഇവയുടെ കണ്ണുകൾ ശരീരത്തിന് മുകളിലും വായ അടിഭാഗത്തുമാണ് ഉള്ളത്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ആമസോൺ സ്ട്രിംഗ് റേകൾ ഒട്ടനവധി ഇനങ്ങളാണ് നിലവിലുള്ളത്. ഇവിടെ വാലിന്റെ അറ്റത്തുള്ള മുള്ളിൽ വിഷമുണ്ടാവും. അതുകൊണ്ട് തന്നെ വാലിന്റെ അടിയേറ്റാൽ നീരും അസഹനീയമായ വേദനയും നമുക്ക് അനുഭവപ്പെടും. ഒഴുക്കില്ലാത്ത ചെളി നിറഞ്ഞ സ്ഥലങ്ങളിലാണ് ആമസോൺ സ്റ്റിംഗ് റേകൾ ജീവിക്കുന്നത്. അഹയ്യ എന്നാണ് ആമസോൺ നിവാസികൾ ഇവയെ വിളിക്കുക. സ്റ്റിംഗ് റേകളെ കൂടാതെ ലേക്ക് ഇന്നസെൻസിൽ വലുപ്പമേറിയ മറ്റൊരു മത്സ്യവും കൂടി സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു. പിരാരുക്കു എന്ന് നാട്ടുകാർ വിളിക്കുന്ന അരാപ്പൈമയായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നാണ് അരാപ്പൈമ. സാധാരണ 2 മീറ്ററാണ് ഇതിൻ്റെ നീളമെങ്കിലും 4.5 മീറ്റർ വരെയും കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. അന്തരീക്ഷ വായു ശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെ 10-15 മിനിറ്റുകൾ കൂടുമ്പോഴേക്കും ഇവ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. പിരാരുക്കു എന്നാൽ റെഡ് ഫിഷ് എന്നാണ് അർത്ഥം. ഇവയുടെ മാംസത്തിലുള്ള റെഡിഷ് ഓറഞ്ച് നിറം കാരണമാവാം ആ പേര് വീണത്. നല്ല കട്ടിയേറിയ ചെതുമ്പൽ അഥവാ സ്കെയിൽസ് ആണ് ഇവയ്ക്കുള്ളത്. ഇത് കാരണം പിരാനകളുടെ ആക്രമണത്തിൽ നിന്നും ഇവയ്ക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. നഖം ചെത്തിമിനുക്കുന്ന നെയിൽ ഫയലായിട്ട് ഇവയുടെ ശൽക്കങ്ങൾ ആമസോൺ നിവാസികൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു പുണ്യപുരാതന മത്സ്യമാണ്. ഈ വംശത്തിൽപ്പെട്ട മീനുകളുടെ മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ കൊളംബിയയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മീനുകളെ കൂടാതെ നമ്മൾ കേട്ടിട്ടുള്ള പിരാനകളെയാണ് ലാങ്ക തടാകത്തിൽ പിന്നീട് കണ്ടത്. ഒരിക്കൽ തടാകത്തിലൂടെ നീന്തി വന്നിരുന്ന ഒരു ടൈപ്പറിനെ ലാങ്ക വെടിവെച്ചു. ശേഷം ഒരു തോണിയിൽ ചെന്നിട്ട് അതിനെ കെട്ടിവലിച്ചുകൊണ്ട് തീരത്തേക്ക് വരുന്ന വഴി തന്നെ പിരാനകൾ അതിനെ കൂട്ടമായിട്ട് ആക്രമിച്ച് മുഖവും മൂക്കും അപ്പാടെ തിന്നു കളഞ്ഞു. രക്തം വെള്ളത്തിൽ കലർന്നാലാണ് ഇവ കൂട്ടമായിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുക എന്നാണ് ജോൺ ലാങ്കയോട് പറഞ്ഞത്. അവിടെയുള്ള ആളുകൾ ഒരു പിരാനയെ പിടികൂടി അതിനെ മുറിവേൽപ്പിച്ച ശേഷം വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. നിമിഷങ്ങൾക്കകം മറ്റ് പിരാനകൾ പാഞ്ഞെടുത്ത് മുറിവേറ്റത് സ്വന്തം വർഗമാണെന്ന് പോലും നോക്കാതെ അതിനെ ആക്രമിച്ച് തിന്നുകളഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കൽ ലാങ്കയും കൂട്ടരും ഒരു വള്ളത്തിൽ ഇത്തക്കുവായി നദി മറികടക്കുമ്പോൾ ഇവരുടെ വള്ളത്തിന്റെ കൂടെ ഒരു കാട്ടുപന്നിയും വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി തുടങ്ങി. അത് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ അത്താഴം കുശാലായല്ലോ എന്ന് കരുതിയിട്ട് വള്ളത്തിന് തലക്കിലിരുന്ന ആള്, അവിടെ ഉണ്ടായിരുന്ന ഒരാൾ തന്റെ കോടാലി എടുത്തിട്ട് പന്നിയുടെ തലയിൽ വലിയൊരു പ്രഹരം ഏൽപ്പിച്ചു.
ശേഷം അതിനെ കെട്ടിവലിച്ചുകൊണ്ട് കരയിലേക്ക് വരുവാനായിരുന്നു പദ്ധതി. എന്നാൽ രക്തം വാർന്നു തുടങ്ങിയതോടെ പാഞ്ഞെടുത്ത പിരാനക്കൂട്ടം പന്നിയെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അവസാനം അവർ മറുകരയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ലാങ്കയ്ക്കും കൂട്ടർക്കും ഭക്ഷിക്കുവാനായിട്ട് പന്നിയുടെ ശരീരത്തിൽ ഒന്നും തന്നെയും ബാക്കിയുണ്ടായിരുന്നില്ല. പിരാനയുമായിട്ട് ബന്ധപ്പെട്ട് ചില ആമസോൺ ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യേക ആചാരമുണ്ടായിരുന്നതായിട്ട് ലാങ്ക പറയുന്നുണ്ട്. അവർ തങ്ങളുടെ മരിച്ചവരുടെ ശരീരം പിരാനകളുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. അവറ്റകൾ വൈകാതെ തന്നെ ആ ശരീരത്തിലെ മാംസഭാഗങ്ങൾ ഒരു തരി പോലും ബാക്കിയില്ലാതെ തിന്ന് തീർത്തു കളയും. ബാക്കി വരുന്ന അസ്ഥികൂടം അവർ വെയിലത്തിട്ട് ഉണക്കിയ ശേഷം ഉറൂക്കു എന്ന ചെടിയിൽ നിന്നും നിർമ്മിക്കുന്ന ജ്യൂസ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കും. അതോടുകൂടി അസ്ഥികൂടം നന്നായിട്ട് തിളങ്ങും. ശേഷം അസ്ഥികൂടം ആചാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കുടിലിൽ തൂക്കിയിടും. ഇവരുപയോഗിച്ച ഉറുക്ക് ചെടി നമുക്ക് പരിചയമുള്ള ഒന്നാണ്. ബിക്സ ഒറിയാന എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. ആമസോണിലൂടെ ആദ്യമായിട്ട് സഞ്ചരിച്ച യൂറോപ്യൻ സഞ്ചാരി ഫ്രാൻസിസ്കോ ഒറിയാനയുടെ പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇത് കടൽ കടന്ന് നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പേര് കുരങ്ങ് മൈലാഞ്ചി എന്നൊക്കെയായിട്ട് മാറുകയും ചെയ്തു. ചെറുപ്പകാലത്ത് പെൺകുട്ടികൾ ഇത് ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഈ ചെടിക്ക് പല പേരുകളാണ് ഉള്ളത്. നമ്മുടെ വീഡിയോസിലൂടെ നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒറിയാന, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള ഒരു ആമസോൺ വൃക്ഷം അല്ലെങ്കിൽ ചെടി നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ തന്നെ ഉണ്ട് എന്നറിയുന്നത് ഉറപ്പായിട്ടും കൗതുകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പിരാനയിലേക്ക് മടങ്ങി വരാം. ബ്രസീലിയൻ ടുപ്പി ഭാഷയിൽ പിരാന എന്നാൽ പല്ലുള്ള മത്സ്യം എന്നാണ് അർത്ഥം. ഏതാണ്ട് 20ഓളം തരം പിരാനകളാണ് ആമസോൺ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ മനുഷ്യരെ കൂട്ടം കൂടി ആക്രമിക്കുന്നവ ഇതിലേത് വിഭാഗമാണെന്ന് ഇനിയും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ശവശരീരങ്ങൾ ഭക്ഷിക്കുമെന്നല്ലാതെ ജീവനുള്ളവയെ ആക്രമിക്കുന്നത് വിരളമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിരാന വർഗ്ഗങ്ങളിൽ രസകരമായ സ്വഭാവ രീതികളുള്ളവയും ഉണ്ട്. റെഡ് ബെല്ലീഡ് പിരാനയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തം. ഏറ്റവും ബലവും കൂർത്തതുമായിട്ടുള്ള പല്ലുകൾ ഇവയ്ക്കാണുള്ളത്. ശരീരം മുഴുവനും കറുത്തിരിക്കുകയും കണ്ണുകൾ മാത്രം ചുവന്നിരിക്കുകയും ചെയ്യുന്ന പിരാനകളാണ് ബ്ലാക്ക് പിരാന. ബ്രസീലിലെ സാവോ ഫ്രാൻസിസ്കോ നദിയിൽ കാണപ്പെടുന്ന സാൻ ഫ്രാൻസിസ്കോ പിരാനകളെ മാൻ ഈറ്റിംഗ് പിരാന എന്നൊക്കെയാണ് വിളിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ആക്രമണ സ്വഭാവം കാണിക്കുന്ന പിരാനകളാണ് ഇവ. ഇവ മനുഷ്യരെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ പലതും കഥകൾ മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. വിംബിൾ പിരാന എന്നറിയപ്പെടുന്ന മറ്റൊരു വർഗ്ഗമുണ്ട്. ഇവ പക്ഷേ മാംസമല്ല ഭക്ഷിക്കുന്നത്, പകരം മറ്റ് മത്സ്യങ്ങളുടെ ചെതുമ്പില് ഫിഷ് സ്കെയിൽസ് മാത്രമാണ് ഇവ ഭക്ഷിക്കുക. ഈ വിചിത്ര സ്വഭാവത്തെ ലെപ്പിഡോഫാഗി എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് കേട്ടാൽ വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന 2 പിരാന വർഗ്ഗങ്ങൾ കൂടിയുണ്ട്. അത്ഭുതം ഇതാണ്, ഇവ രണ്ടും വെജിറ്റേറിയൻ പിരാനകളാണ്. ടോമറീസ് കാമുനാനിയാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പച്ചക്കറി പിരാന. രണ്ടാമത്തെ ഇനം മൈലോ പ്ലസ് സരോൺ ആണ്. ലോർഡ് ഓഫ് ദി റിംഗ് സിനിമ സീരീസ് അല്ലെങ്കിൽ ബുക്കിലെ വില്ലൻ സരോൺ എന്ന കഥാപാത്രത്തിന്റെ പേരാണ് ഈ പിരാനയ്ക്ക് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഈ പിരാനകളെ കുറിച്ചുള്ള ഫൺ ഫാക്ട്സ് ഒക്കെ നിർത്തിയിട്ട് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അപ്പർ ആമസോണിൽ ഒട്ടനവധി തരം മീനുകളെ പരിചയപ്പെട്ടെങ്കിലും ഒക്കെ അലഗോട്ട് ലാങ്കയെ കൂടുതൽ സ്വാധീനിച്ചത് മറ്റൊരു ജീവിയെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ചുള്ള കഥകളായിരുന്നു. അസാധാരണമായി നീളവും വലുപ്പവുമുള്ള ഒരു പാമ്പായിരുന്നു അത്, അനക്കോണ്ട. ആമസോണിലെ നേറ്റീവ് വർഗ്ഗക്കാർ ഈ പാമ്പിനെ വിളിക്കുന്നത് പല പേരുകളിലാണ്. കരീബുകളുടെ ഭാഷയിൽ അകയിമ എന്നാണ് ഈ പാമ്പുകളുടെ പേര്. ഗ്രേറ്റ് സ്നേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പെറുവിലെ ആമസോൺ ഗോത്രക്കാർ യാക്കുമാമ എന്നാണ് ഇവയെ വിളിക്കാറ്. ജലദേവത എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ബ്രസീലിൽ അനക്കോണ്ടയെ സുക്കൂറി അല്ലെങ്കിൽ സുക്കൂറിച്ചു എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ അനക്കോണ്ട എവിടെ നിന്നാണ് വന്നത്? ഈ അനക്കോണ്ടയിലെ ആന എന്ന വാക്ക്, ആനക്കോണ്ട എന്നതിലെ ആന എന്ന വാക്ക് നമ്മുടെ ആനയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. എങ്കിൽ ആദ്യമേ തന്നെ പറയാം, ഈ അനക്കോണ്ട അല്ലെങ്കിൽ ആനക്കോണ്ട ഒരു ആമസോണിയൻ പേരോ ബ്രസീലിയൻ പേരോ ഇംഗ്ലീഷ് നാമമോ ഒന്നുമല്ല. ഈ പേരിൻ്റെ ഉത്ഭവം നമ്മുടെ ശ്രീലങ്കയിലാണ്. അവിടെ അനക്കോണ്ട ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെയുള്ള പെരുമ്പാമ്പനെ ഉദ്ദേശിച്ചാണ് ഈ പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഹെന്നക്കണ്ടായ എന്ന രീതിയിലാണ് സിംഹള ഭാഷയിൽ ഈ പേരുണ്ടായിരുന്നത്. എന്നാൽ ഈ പേര് അതിനു മുമ്പ് തമിഴിൽ ആനൈക്കൊണ്ട്ര എന്ന പേരിൽ എന്ന രീതിയിൽ നിലവിലുണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. അതിന് തെളിവുകൾ കുറവാണ്. ആനയെ കൊല്ലുന്ന പാമ്പ് എന്നാണ് അർത്ഥം. ഈ പേരുകൊണ്ട് തമിഴിലും സിംഹളയിലും പെരുമ്പാമ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 1693 ജോൺ റേ എഴുതിയ പുസ്തകത്തിലാണ് ശ്രീലങ്കയിൽ ഒരു പെരുമ്പാമ്പിനെ കുറിച്ചിട്ട് ഇന്ത്യൻ ബഫല്ലോ സ്നേക്ക് അഥവാ അനക്കാണ്ടിയ സിലോണിൻ സിബു എന്ന പേര് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഉറപ്പായും സിംഹളയിലെ ഹെന്നക്കണ്ടായ തന്നെയാണ് ബുക്കിൽ അനക്കാണ്ടിയ ആയി മാറിയത്. ചുരുക്കത്തിൽ ആദ്യകാലത്ത് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ എന്ന പെരുമ്പാമ്പിൻ്റെ പേര് തന്നെയായിരുന്നു അനക്കാണ്ടിയ എന്നത്. പിന്നീട് 1768 ആർ എഡ്വിൻ എഡിൻബറോ വീക്ക്ലി മാഗസിനിൽ എഴുതിയ ലേഖനത്തിലാണ് ഇത് അനക്കോണ്ടോ എന്നായി മാറിയത്. ശേഷം ഇംഗ്ലീഷിൽ അസാമാന്യ വലിപ്പമുള്ള പാമ്പുകളെ അനക്കോണ്ട എന്ന് വിളിക്കുവാനും തുടങ്ങി. 1826 ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ദക്ഷിണ അമേരിക്കയിലെ വലിപ്പമേറിയ പാമ്പുകളെ അനക്കോണ്ട എന്ന് വിളിക്കാനായിട്ട് തുടങ്ങിയത്. 1836 മുതൽ പല ഇംഗ്ലീഷ് ബുക്കുകളിലും ആമസോണിലെ ഭീമൻ പാമ്പുകളെ
അനക്കോണ്ട എന്ന് വിളിച്ചു തുടങ്ങി. അവസാനം ഇതേ പേരിൽ സിനിമകളും ഇറങ്ങി തുടങ്ങിയതോടെ നമ്മുടെ ആനക്കൊണ്ടൈ ആമസോണിലെ അനക്കൊണ്ടയായി മാറുകയും ചെയ്തു. ആമസോണിലെ ഗ്രീൻ അനക്കോണ്ട ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പാണ്. റെക്കോർഡുകളിൽ 7 മീറ്റർ നീളം വരെയുള്ള പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 10-15 മീറ്റർ നീളമുള്ളവയെ കണ്ടതായിട്ട് പല പരിവേഷകരും ആമസോൺ ഗോത്രവംശജരും അവകാശപ്പെടുന്നുണ്ട്. ഗ്രീൻ അനക്കോണ്ടകളിൽ പെണ്ണിനാണ് നീളവും ഭാരവും കൂടുതലുള്ളത്. ഇക്കൂട്ടത്തിൽപ്പെട്ട നോർത്തേൺ ഗ്രീൻ അനക്കോണ്ട എന്ന പുതിയ വർഗ്ഗത്തെ ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്നതിനിടയിലാണ് കണ്ടെത്തിയത്. ഈ ഇനത്തിൽപ്പെട്ട 7.5 മീറ്ററിൽ കൂടുതൽ നീളമുള്ള പാമ്പുകൾ ഇപ്പോഴും ഉൾവനങ്ങളിലുണ്ട് എന്നാണ് ആ ഭാഗങ്ങളിലുള്ള വാറാവണി ഗോത്രക്കാർ പറയുന്നത്. ചുരുക്കത്തിൽ നോർത്തേൺ ഗ്രീൻ അനക്കോണ്ടയെ കണ്ടെത്തിയതുപോലെ പുതിയതായിട്ട് ഓരോ വർഗ്ഗങ്ങളെ കണ്ടെത്തുമ്പോൾ ഇവയുടെ നീളത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇവയുടെ ഭയാനകമായ നീളവും വലിപ്പവും കാരണം വിവിധ ആമസോൺ ഗോത്രക്കാരുടെ ഇടയിൽ അനക്കോണ്ടകളെ കുറിച്ചിട്ട് ഒട്ടനവധി കഥകളാണ് നിലവിലുള്ളത്. ഒരു ഭീമൻ അനക്കോണ്ട ഇഴഞ്ഞു പോകുന്നത് പോലെ തന്നെയാണ് ആമസോൺ നദിയും വളഞ്ഞു തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആമസോൺ പുരാതനമായ ഒരു ഭീമൻ അനക്കോണ്ട തന്നെയാണ് എന്നാണ് വിശ്വാസം. അത്തരമൊരു പുരാതന സർപ്പം പണ്ടൊരിക്കൽ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചു. ആ സർപ്പം ഒരു തോണിയിൽ എന്ന പോലെ ആദ്യം മനുഷ്യരെയും വഹിച്ചുകൊണ്ടാണ് വന്നത്. തൻ്റെ യാത്രയിൽ അവരിൽ ഓരോരുത്തരെയായി സർപ്പം ആമസോണിലെ ഓരോ ഭാഗങ്ങളിലായി ഇറക്കി വിട്ടു. അവരിൽ നിന്നാണ് ഇന്നത്തെ വിവിധ ആമസോൺ ഗോത്രവംശജർ ജനിച്ചത് എന്നാണ് ചില ഗോത്രക്കാർ വിശ്വസിക്കുന്നത്. മറ്റ് ചില ആളുകളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു ഭീമൻ അനക്കോണ്ട ഉൾവനങ്ങളിൽ എവിടെയോ കിടന്നുറങ്ങുന്നുണ്ട്. കാട് നശിപ്പിച്ച് മനുഷ്യൻ എന്നാണോ അതിൻ്റെ അരികിൽ എത്തിച്ചേരുന്നത് അന്ന് ആ സർപ്പം ഉണരുകയും മനുഷ്യവംശത്തെ അപ്പാടെ തിന്നുകളയുകയും ചെയ്യും. ചുരുക്കത്തിൽ അനക്കോണ്ട ആമസോൺ വനങ്ങളുടെ പ്രതിനിധിയാണ്, അതിൻ്റെ സംരക്ഷകൻ കൂടിയാണ്. അസാമാന്യ കഴിവുകളുള്ള അനക്കോണ്ടയ്ക്ക് മനുഷ്യരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോലും കഴിവുണ്ട് എന്നാണ് ലാങ്ക കേട്ടത്. അത്തരമൊരു സംഭവം അദ്ദേഹം തന്നെ തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഷൊസൈ പെഹേര അഥവാ ജോസ് പെരേര ഒരു റബ്ബർ ടാപ്പറായിരുന്നു. ഒരു ദിവസം കാട്ടിലെ തോട്ടത്തിൽ നിന്നും ഹെഡ് ക്വാർട്ടേഴ്സിലെത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്ത ശേഷം ഈ ജോസ് കാട്ടിലേക്ക് തന്നെ തോണിയിലാണ് മടങ്ങിയത്. രാത്രി ആയതോടെ അന്നത്തെ പാതിരാത്രിക്ക് മുമ്പെങ്കിലും തൻ്റെ തോട്ടത്തിൽ തിരികെ എത്തണം എന്ന ഉദ്ദേശത്തിൽ ജോസ് വളരെ വേഗത്തിലാണ് തോണി തുഴഞ്ഞിരുന്നത്. നരകത്തിലെ പുഴ അഥവാ ക്രീക്ക് ഓഫ് ഹെൽ എന്നു പേരുള്ള മറ്റൊരു അരുവി ഇത്തക്കുവയിലേക്ക് ചേരുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഏതോ ഒരു വലിയ മൃഗത്തിൻ്റെ ശബ്ദം താൻ കേട്ടതായിട്ട് ജോസിന് തോന്നി. ഒരു പന്നിയോ ടൈപ്പറോ വെള്ളം കുടിക്കുവാനായിട്ട് വന്നതാകാൻ സാധ്യതയുണ്ട്. നാളത്തേക്കുള്ള ഭക്ഷണം കിട്ടിയല്ലോ എന്ന സന്തോഷത്താൽ ജോസ് തോണി തീരത്തേക്ക് അടുപ്പിച്ചു. അത് നദിയിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന ഒരു ശിഖരത്തിൽ കെട്ടിയ ശേഷം തൂക്കുമായിട്ട് അയാൾ തീരത്തേക്ക് സാവധാനം ഇറങ്ങി. എന്നാൽ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെങ്കിലും ഒന്നും കാണുവാൻ സാധിച്ചില്ല. അവസാനം അയാൾ തോണിയിലേക്ക് തന്നെ മടങ്ങുകയും പഴയതുപോലെ തന്നെ തുഴഞ്ഞ് പോകുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അയാൾ തുഴച്ചിൽ നിർത്തുകയും ചെവി കൂർപ്പിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു. അകലെ നിന്നും ഹൗളിംഗ് മങ്കിയുടെ അലർച്ചയല്ലാതെ മറ്റൊന്നും കേൾക്കുവാനുണ്ടായിരുന്നില്ല. അതാവട്ടെ രാത്രികാലങ്ങളിൽ പതിവാണ് താനും. എന്നാൽ അടുത്ത നിമിഷം താൻ മറ്റെന്തോ കൂടി കേട്ടതായിട്ട് ജോസിന് തോന്നി. അതൊരു ശബ്ദമായിരുന്നോ അതോ മറ്റു വലുതുമായിരുന്നോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് തൻ്റെ മനസ്സിനെ പുറകോട്ട് വലിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി. അയാൾ വീണ്ടും ഒരിക്കൽ കൂടി പഴയ തീരത്ത് എത്തുകയും അതേ ശിഖരത്തിൽ തന്നെ തോണി കെട്ടിയിട്ട ശേഷം കരയിലിറങ്ങുകയും ചെയ്തു. അപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തുടങ്ങി. എന്നാൽ അപകടകരമായിട്ടുള്ള ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുമില്ല. അയാൾ വീണ്ടും തോണിയിൽ തിരികെ എത്തുകയും കെട്ടുകളഴിച്ച് വള്ളം തുഴയുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ജോസ് തൻ്റെ മനസ്സിനെ ശാന്തമാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു കല്ലെറിഞ്ഞാൽ പോകുന്നത്ര ദൂരം തോണി എത്തിയപ്പോൾ തന്നെ വീണ്ടും തിരികെ പോകണമെന്ന് ജോസിന് തോന്നി തുടങ്ങി. ഇതുപോലൊരു തോന്നൽ ഇതിനു മുമ്പ് തനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്നും അയാൾ മനസ്സിലോർത്തു. ജോസ് വീണ്ടും പഴയതുപോലെ വള്ളം അതേ സ്ഥലത്ത് കെട്ടിയിട്ട ശേഷം തീരത്തേക്ക് ഇറങ്ങി. അയാൾ അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പനി വന്നതാകട്ടെ 2-3 ആഴ്ചകൾക്ക് മുമ്പാണ്. വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും അയാൾക്കുണ്ടായിരുന്നുമില്ല. ജോസ് ജനിച്ചു വീണത് തന്നെ ആമസോൺ വനമേഖലയിലാണ്. അയാൾ വളർന്നതും ഇതുവരെ ജീവിച്ചതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു മൃഗത്തെയോ മനുഷ്യവർഗ്ഗങ്ങളെയോ അയാൾക്ക് ഭയമുണ്ടായിരുന്നില്ല. എങ്കിലും തനിക്കിപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് ജോസിന് പിടികിട്ടിയില്ല. എല്ലാം തകർന്ന് അയാൾ നിലത്തേക്ക് കുത്തിയിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടാനുള്ള മാനസികാവസ്ഥയിലായിരുന്നു ജോസ് അപ്പോഴുണ്ടായിരുന്നത്. തനിക്കിനി ഒരിക്കലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് തോണിയിലേക്ക് മടങ്ങുവാൻ സാധിക്കില്ല എന്ന് ഒരു ഞെട്ടലോടെ ജോസ് മനസ്സിലാക്കി. ഒരു കാരണവുമില്ലാതെ താൻ 3-ാം പ്രാവശ്യവും ഇതേ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുകയാണ്. ഒരു ഇരുമ്പ് കഷ്ണം കാന്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് ജോസ് ഇപ്പോൾ ആ തീരത്ത് കുത്തിയിരിക്കുന്നത്. അയാളൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവിടെ ഇരുന്നു കൊണ്ട് കരയുവാനായിട്ട് തുടങ്ങി. ഇതേ സമയം ഇതേ വഴി തന്നെ, അതായത് ക്രീക്ക് ഓഫ് ഹെൽ എന്ന അതേ പുഴ വഴി വേറെ 3 തൊഴിലാളികൾ ഒരു തോണിയിൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഇരുട്ടിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടിപ്പോയി. വള്ളം തീരത്തോട് അടുപ്പിച്ചപ്പോൾ
മറ്റൊരു തോണി അവിടെ കിടക്കുന്നതും കുറച്ചു മാറി കാടിനോട് ചേർന്ന് ഒരാൾ നിലത്ത് കുത്തിയിരുന്ന് കരയുന്നതുമാണ് അവർ കണ്ടത്. ഒരു ജാഗ്വാർ അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ അവര് തോക്കെടുത്ത് തയ്യാറായ ശേഷം തോണി തീരത്തേക്ക് സാവധാനം അടുപ്പിച്ചു. എന്നാൽ ജോസിന്റെ ഏതാനും അടികൾ അരികിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. ജോസ് ഇരിക്കുന്നത് ഒരു മരത്തിന്റെ തൊട്ടരികിലാണ്. അയാളുടെ പുറകില് മരത്തിന്റെ വലിയ വേരുകളാണെന്ന് തോന്നിക്കുമാറ് കാണുന്നത് വേരിൽ ചുറ്റിയിരിക്കുന്ന ഒരു ഭീമൻ അനക്കോണ്ടയാണ്. ഏത് നിമിഷവും അത് ജോസിനെ ചുറ്റി വരിയാം. ജോസ് ആവട്ടെ ഇതൊന്നും അറിയാതെ ഏതോ മായാലോകത്താണ് ഇരിക്കുന്നത്. അവരൊട്ടും താമസിച്ചില്ല, അനക്കോണ്ടയുടെ തല നോക്കി തന്നെയാണ് വെടിപിടിച്ചത്. പരിചയസമ്പന്നരായ അവരുടെ ഉന്നം തെറ്റിയില്ല. വെടിയൊച്ച കേട്ടതോടെ ജോസ് ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയും ചെയ്തു. അവർ ജോസിനെ തോണിയിലേക്ക് മാറ്റുമ്പോൾ അയാൾ ആകെ വിറയ്ക്കുകയായിരുന്നു. മടങ്ങുന്നതിന് മുമ്പ് അവർ ആ സർപ്പത്തിന്റെ നീളം ഒന്ന് അളന്നു നോക്കി. ഏതാണ്ട് 16 മീറ്റർ. നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന നീളത്തിന്റെ ഏതാണ്ട് ഇരട്ടി നീളമാണ് ഇത്. മുൻപ് പറഞ്ഞതുപോലെ നേറ്റീവ് ഗോത്രക്കാരും ആമസോൺ പരിവേഷകരും ഇത്തരം അസാമാന്യ നീളമുള്ള പാമ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ അളവ് തെറ്റാണ്, അല്ലെങ്കിൽ പുസ്തകം വിറ്റുപോകാനായിട്ട് അവർ കള്ളം പറയുകയാണ്. അതുമല്ലെങ്കിൽ അസാമാന്യ നീളമുള്ള ഒരു അനക്കോണ്ട വിഭാഗം ഇപ്പോഴും നമുക്ക് പിടിതരാതെ ആമസോണിൽ ഒളിച്ചു കഴിയുന്നുണ്ട്. നേറ്റീവ് ഗോത്രക്കാർക്ക് നീളത്തിന്റെ കാര്യത്തിൽ കളവ് പറയേണ്ട ആവശ്യമുണ്ടോ എന്നതും ആലോചിക്കേണ്ടതാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുവാനായിട്ട് ഇനിയും ഏറെക്കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പറഞ്ഞു വന്നത് ഇതാണ്: അനക്കോണ്ടകൾ ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇതുപോലെ കൊടുക്കാറുണ്ട് എന്നാണ് ആമസോൺ ഗോത്ര വിഭാഗങ്ങൾ ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഒക്കെ അലഗോൾ ലാംഗ ഫ്ലോറസ്റ്റയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. ജോസുമായി അദ്ദേഹം നേരിട്ട് സംസാരിച്ചതുമാണ്. താൻ 3 തവണ മടങ്ങിപ്പോയെന്നും അനക്കോണ്ട തന്നെ കുടുക്കിയതാണെന്നും തന്നെയാണ് ജോസ് ആവർത്തിച്ച് പറയുന്നത്. ഈ കാര്യം ഇതേപടി തന്നെ ലാംഗ എഴുതിയിട്ടുമുണ്ട്. പുഴയിലൂടെ തുഴഞ്ഞുപോയ ജോസിനെ ആകർഷിച്ച് കരയിലിറക്കുവാൻ തക്ക ശേഷിയുള്ള അനക്കോണ്ടയ്ക്ക് തന്നെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് പുറകെ 3 പേര് വരുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയി എന്നതാണ് രസം. അല്ലെങ്കിലും തീറ്റ മുന്നിൽ കണ്ടാൽ നമ്മളും പലതും മറക്കാറുണ്ടല്ലോ. ആമസോൺ വനമുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയാൽ അനക്കോണ്ടകളെ ആളുകൾ നമുക്ക് കാണിച്ചു തരും. ആനകൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങുന്നത് പോലെ അനക്കോണ്ടകളും വെള്ളവും ആഹാരമുള്ള ഏതാണ്ട് ഒരേ ഏരിയയിൽ തന്നെ കുറേ കാലം കാണാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോയാൽ ഇവയെ കാണുവാൻ സാധിക്കും. ജനവാസ മേഖലയ്ക്കടുത്ത് വലിപ്പം കുറഞ്ഞ അനക്കോണ്ട വിഭാഗമാണ് സാധാരണ കാണുക. നീളവും വണ്ണവുമുള്ള വലിയ പാമ്പുകൾ ഒരുപക്ഷെ നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കാത്ത ഉൾവനങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക. ബ്രസീലിലും പെറുവിലുമായിട്ട് ജീവിക്കുന്ന ആമസോൺ ഗോത്ര വിഭാഗമാണ് ഹുനിക്വീൻ. ഇന്നിവരെ ഏതാണ്ട് 4000 ആളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അനക്കോണ്ടയുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒരു മിത്ത് ഇവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ഏതാണ്ട് നമ്മുടെ അക്വാമാൻ സിനിമയുടെ കഥ പോലിരിക്കുന്ന രസകരമായ ഒന്നാണ് ഇത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി അങ്ങ് പറയാം. ഇതനുസരിച്ചിട്ട് ആമസോൺ നദിയുടെ അടിത്തട്ടിൽ മറ്റൊരു മായാലോകമുണ്ട്. അനക്കോണ്ടകളുടെ ലോകമാണ് അത്. അവർക്ക് പാമ്പായും മനുഷ്യനായും രൂപം മാറുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ യുബെ എന്നു പേരുള്ള ഒരു ആമസോൺ ഗോത്രവംശജൻ ഇത്തരമൊരു വേഷം മാറി വന്ന അനക്കോണ്ട പെണ്ണുമായിട്ട് പ്രണയത്തിലായി. അവൾ യഥാർത്ഥത്തിൽ ഒരു അനക്കോണ്ടയാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം അവനൊരു പാനീയം കുടിക്കുവാനായിട്ട് കൊടുത്തു. നിഷിപൈ എന്ന അമൃതായിരുന്നു അത്. അത് കുടിച്ചതോടുകൂടി ഈ യുബയ്ക്ക് ആമസോണിന്റെ അടുത്തട്ടിലുള്ള അനക്കോണ്ട ലോകത്തിലേക്ക് തന്റെ കാമുകയുമായിട്ട് പോകുവാനായിട്ട് സാധിച്ചു. അവിടെ വെച്ച് 2 കാര്യങ്ങൾ കണ്ട് യുബ ഞെട്ടിപ്പോയി. ഒന്ന്, താൻ കുടിച്ച നിഷിപൈ ഒട്ടനവധി അത്ഭുത സിദ്ധികളുള്ള ഒരു ഔഷധമാണ്. 2, താൻ പ്രണയിച്ച പെണ്ണ് ഒരു മനുഷ്യ സ്ത്രീയെയല്ല, രൂപം മാറി വന്ന അനക്കോണ്ടയാണ്. മാത്രവുമല്ല, യുബ ഈ പാമ്പുകളുടെ ലോകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്തു. നമ്മളിനി എന്തു ചെയ്യും മല്ലയ്യ എന്നും പറഞ്ഞുകൊണ്ട് വിഷാദിച്ചിരുന്ന യുബയുടെ അരികില് ബോധോ എന്നു പേരുള്ള ഒരു മീൻ എത്തുകയും അവിടെ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സക്കർ മൗത്ത് ക്യാറ്റ്ഫിഷ് എന്നറിയപ്പെടുന്ന മീൻ വർഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമായിരുന്നു മിസ്റ്റർ ബോധോ. അങ്ങനെ യുബെ തന്റെ അനക്കോണ്ട ഭാര്യയോട് പോലും പറയാതെ അവിടെ നിന്ന് മുങ്ങി തന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കൂട്ടത്തിൽ ദിവ്യ ഔഷധമായിട്ടുള്ള നിഷിപൈ ഉണ്ടാക്കുന്ന വിധവും പഠിച്ച ശേഷമാണ് അയാൾ രക്ഷപ്പെട്ടത്. താൻ അനക്കോണ്ട ലോകത്തു നിന്നും പഠിച്ച അറിവുകളും മറ്റും യുബെ തന്റെ ആളുകളോട് പങ്കുവെച്ചെങ്കിലും നംബുവ എന്നു പേരുള്ള ഒരു പയ്യൻ മാത്രമാണ് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത്. എന്നാൽ ഇതിനിടെ തങ്ങളെ ചതിച്ച് കടന്നു കളഞ്ഞ യുബയെ കൊല്ലുവാനായിട്ട് അനക്കോണ്ടകൾ മനുഷ്യരൂപം സ്വീകരിച്ച് കാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നദിക്കരയിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന യുബയുടെ നേർക്ക് അവർ ചാടി വീഴുകയും അയാളെ വധിച്ച് പാതി ശരീരം അനക്കോണ്ട ലോകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ യുബെ തന്റെ രഹസ്യങ്ങളെല്ലാം നംബുവയെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഹുനീക്കിൻ ഗോത്രക്കാരുടെ പാട്ടുകളെല്ലാം തന്നെ ഈ നംബുവയും യുബയും പുകഴ്ത്തിക്കൊണ്ട് ഉള്ളതാണ്. എന്നാൽ യുബയുടെ കഥ അവിടം കൊണ്ടും തീർന്നില്ല. മരണപ്പെട്ട യുബയുടെ ആത്മാവാണ് ചന്ദ്രനായിട്ട് പുനരവതരിച്ചത് എന്നാണ് സങ്കല്പം. കൂടാതെ അനക്കോണ്ടകൾ കൊണ്ടുപോയ യുബയുടെ പാതി ശരീരം നിഷിപൈ മുഖേന അവർ ജീവൻ വെപ്പിച്ചു എന്നാണ് ഹുനീക്കിൻ വംശജർ കരുതുന്നത്.
അനക്കോണ്ടകളുടെ രാജാവായിട്ടുള്ള യുബേഷെനി അങ്ങനെ ഉണ്ടായതാണ് എന്നാണ് സങ്കല്പം. ഇന്നും ഹുനീക്കിൻ ഗോത്രക്കാർ എന്തൊക്കെയോ കാട്ടുവള്ളികൾ ചേർത്തിട്ട് ഈ യുബേഷെനി ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്യാറുണ്ട്. ഇനി മിത്തൊക്കെ വിട്ട് കാര്യത്തിലേക്ക് മടങ്ങി വരാം. അനക്കോണ്ട ആകർഷിച്ച് വരുത്തിച്ച് വിഴുങ്ങുവാൻ നോക്കിയ ജോസിനോട് സംസാരിച്ച ശേഷം ഇത്തരമൊന്നിനെ തട്ടണമെന്നുള്ള ആഗ്രഹം ലാങ്കയുടെ മനസ്സിൽ ഉടലെടുത്തു. ഒരു ദിവസം ഫോറസ്റ്റ് സെറ്റിൽമെന്റിൽ നിന്നും 12 മണിക്കൂർ തുഴഞ്ഞാൽ മാത്രം എത്തുന്ന ഒരു സ്ഥലത്ത് റബ്ബർ ഉണക്കി റോളുകളാക്കുന്ന പണിയിലായിരുന്നു ലാങ്ക. ശേഷം ഈ റബ്ബർ ബോളുകൾ അവർ തങ്ങളുടെ വലിയ വഞ്ചിയിലേക്ക് കയറ്റുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രി വരെയും അവിടെ തിന്നും കുടിച്ചും ചെലവഴിച്ച അവർ പാതിരാത്രിയിലാണ് തോണിയിൽ റബ്ബർ റോളുകളൊക്കെ ആയിട്ട് മടക്കയാത്ര ആരംഭിച്ചത്. ചൂട് കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം യാത്രകൾ അവർ രാത്രി കാലങ്ങളിൽ നടത്തിയിരുന്നത്. പുകയൊക്കെ വലിച്ച് വളരെ സാവധാനമാണ് അവർ തോണി തുഴഞ്ഞത്. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഇരുട്ടിലൂടെയാണ് ഈ തോണി നീങ്ങുന്നത്. ചന്ദ്രന്റെ അമ്മ എന്ന അർത്ഥത്തിൽ ആമസോൺ ഗോത്രക്കാർ വിളിക്കുന്ന ഒരു രാത്രി പക്ഷിയുടെ ശബ്ദം മാത്രമാണ് കാട്ടിൽ നിന്നും കേൾക്കുന്നത്. കോമൺ പോട്ടു അല്ലെങ്കിൽ ഉറൂത്തൗ എന്നു പേരുള്ള നമ്മുടെ രാച്ചുക്കിന്റെ വംശത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഇത്. ഇതിന്റെ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ നായ മോങ്ങുന്നത് പോലെയോ മനുഷ്യൻ നിലവിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആരോ പാട്ട് പാടുന്നത് പോലെയോ ഒക്കെ തോന്നും. രാത്രി ആയതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികളെ ആളുകൾക്ക് ഭയമായിരുന്നു. കൂടാതെ ഒട്ടനവധി കഥകളും ഉറൂത്തൗ പക്ഷികളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിലവിലുണ്ട്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും ഒടിഞ്ഞ മരക്കൊമ്പിനോട് ചേർന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന രീതിയിൽ കാമഫ്ലാഷ് ചെയ്തിരിക്കാനുള്ള കഴിവാണ്. കൂടാതെ ഇതിൻ്റെ ഐലിഡിൽ 2-3 വിടവുകൾ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഐലിഡ് ക്ലോസ് ചെയ്താലും ഇവയ്ക്ക് ആ തുളകൾ വഴി കാണുവാൻ സാധിക്കും. ഇതും കൂടാതെ മുകളിലെ ഐലിഡും താഴത്തെ ഐലിഡും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചലിപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. നിങ്ങൾ ഇപ്പോഴും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിക്കേ. എത്ര വിദഗ്ധമായിട്ടാണ് ഈ പോത്തു പക്ഷി മറിഞ്ഞിരിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പിന് സമാനമായിട്ട് തല ഏത് രീതിയിൽ വയ്ക്കുവാനും ഇവയ്ക്ക് സാധിക്കും. ചുരുക്കത്തിൽ ആകെ കുഴപ്പം പിടിച്ച ഒരു രാത്രി സഞ്ചാരിയാണ് ഉറൂത്തൗ എന്ന ഈ പക്ഷി. ലാങ്ക ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ പക്ഷിയുടെ ഗാനമേള കേട്ട് ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉറൂത്തൗവിൻ്റെ പ്രേതഗാനവും കേട്ട് പാതിരാത്രിയിൽ ലാങ്ക ഉൾപ്പെടെ ഉള്ളവർ നദിയിലൂടെ നീങ്ങുകയാണ്. എന്നാൽ പൊടുന്നനെ വള്ളത്തിലിരുന്ന ഒരാളുടെ അലർച്ച കേട്ടിട്ട് ലാങ്കയ്ക്ക് കയ്യിലിരുന്ന ചുരുട്ട് വരെ താഴെപ്പോയി. സുക്കുരൂച്ചു എന്നാണ് അയാൾ അലറുന്നത്. രാത്രിയിൽ അനക്കോണ്ടയെ കണ്ടുവെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കഥകളൊക്കെ വിശ്വസിക്കുന്ന നേറ്റീവ് ബ്രസീലിയൻസിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലാങ്കയ്ക്കും ഉള്ളിലൊരു തരിപ്പൊക്കെ തോന്നി. നദിയുടെ നടുവിൽ ഒരു മണൽത്തിട്ട അഥവാ സാൻഡ് ബാർ ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതിയും ഒഴുകി വരുന്ന മരച്ചില്ലകൾ കാരണം മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ തെളിഞ്ഞ മണൽത്തിട്ടയിൽ കോണാകൃതിയിൽ എന്തോ ഒരു വലിയ വസ്തു ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മണലിൽ കോയിൽ പോലെ ചുറ്റിയിരിക്കുന്ന ഒരു ഭീമൻ അനക്കോണ്ടയായിരുന്നു അത്. ആ കോയിലിൻ്റെ അസാമാന്യ വലിപ്പം കണ്ടാണ് ലാങ്ക ഞെട്ടിയത്. ഏതാണ്ട് ഒരു മനുഷ്യൻ നിലത്ത് കുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതുപോലെയാണ് അത് കാണപ്പെട്ടത്. അതിൻ്റെ തല മണലിൽ ചേർന്ന് കിടപ്പുണ്ട്. പാമ്പ് തോണിയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. നിലാവെളിച്ചത്തിൽ ആ കാഴ്ച ഭയാനകമായിരുന്നു. മുമ്പ് പറഞ്ഞ കഥ പോലെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ഇരിപ്പാണോ അതെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഇത്തരം കഥകളിൽ വിശ്വാസമുണ്ടായിരുന്ന ബാക്കിയുള്ള തൊഴിലാളികൾ ആകെ തരിച്ചാണ് തോണിയിൽ ഇരുന്നത്. ലാങ്കയുടെ ലുഗർ പിച്ചിലിൽ നിന്നും വെടിയുണ്ടകൾ ചീറിപ്പായുന്ന ശബ്ദം കേട്ടിട്ടാണ് അവര് മായാനിദ്രയിൽ നിന്നും ഉണർന്നത്. പിന്നൊന്നും നോക്കിയില്ല. പാമ്പ് മെന്റലിസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ തീർക്കണമെന്നുള്ള വാശിയിൽ അവരും തോക്കെടുത്ത് ചറപറാന്ന് വെടിവെച്ചു. വെടികൊണ്ടതോടെ വല്ലാത്ത ഹിസിംഗ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പാമ്പ് ഒന്ന് മുകളിലേക്ക് ഉയരുകയും അതേപടി ചത്ത് മണലിലേക്ക് നിലം പതിക്കുകയും ചെയ്തു. പാമ്പിന്റെ ചീറ്റലും വെടിശബ്ദങ്ങളും ആളുകളെ അലർച്ചകളും ആകെ കൂടി ആ വനമാകെ പ്രകമ്പനം കൊണ്ടു. തൻ്റെ പാട്ട് ഇത്രയ്ക്കും ബോറായതുകൊണ്ടാണോ യുവമാരിങ്ങനെ ബഹളം വെക്കുന്നത് ഓർത്തിട്ട് മനസ്സുമടുത്ത നമ്മുടെ കോമൻ പോത്തു അവിടെ നിന്നും പറന്നു പോയി കളഞ്ഞു. പിടയുന്ന പാമ്പിൻ്റെ വാലിൻ്റെ അടിയേക്കാതിരിക്കുവാനായിട്ട് അകലം പാലിച്ചാണ് അവർ വള്ളം സാൻഡ് ബാറിലേക്ക് അടുപ്പിച്ചത്. കുറേയേറെ മിനിറ്റുകൾക്ക് ശേഷം പാമ്പ് ചത്ത് മലച്ചപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലേക്ക് വഴുതി വീണിട്ടുണ്ടായിരുന്നു. എന്തായാലും തൊലി ഉരിഞ്ഞെടുക്കണമെന്ന് തന്നെയായിരുന്നു ലാങ്കയുടെ ആഗ്രഹം. അതുകൊണ്ട് അവർ തീരത്തേക്ക് ഇറങ്ങി കമ്പുകൾ കൂട്ടിയിട്ട് വലിയൊരു ആഴി ഉണ്ടാക്കി. ശേഷം ഹാമക്കുകൾ മരങ്ങളിലേക്ക് വലിച്ചു കെട്ടി ചത്തുകിടക്കുന്ന അനക്കോണ്ടയുടെ അരികിൽ തന്നെ കിടന്ന് അവർ രാത്രി കഴിച്ചുകൂട്ടി. രാവിലെ കാപ്പുകൂടി കഴിഞ്ഞ് പാമ്പിനെ ചെന്ന് നോക്കിയപ്പോഴേക്കും വെടിയേറ്റ് തലയാകെ തകർന്നിടക്കുന്ന അനക്കോണ്ടയാണ് അവർ കണ്ടത്. രാവിലെ 8 മണിയോടെ പാമ്പിൻ്റെ ശരീരം മുഴുവൻ കരയിലേക്ക് വലിച്ചു കയറ്റിയിട്ട് നിവൃത്തിയിടുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഒരു അമേരിക്കക്കാരനും 6 ബ്രസീലിയൻസും ചത്ത് നിവർന്നു കിടക്കുന്ന ഒരു അനക്കോണ്ടയുടെ അരികിൽ നിൽക്കുന്ന കാഴ്ച വല്ലാത്തത് തന്നെയായിരുന്നു. ഒടുക്കം പാമ്പിനെ മലർത്തിക്കെടുത്തിയ ശേഷമാണ് വയറ് കീറി അവർ തൊലി പൊളിച്ചെടുത്തത്. ബാക്കി വന്നത് പുഴയിലേക്ക് തന്നെ ഇടുകയും ചെയ്തു. 1910 ജൂലൈ 29 താൻ അനക്കോണ്ടയെ വെടിവെച്ചത് എന്നാണ് ലാങ്ക എഴുതിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ആഴ്ചകൾക്ക് ശേഷം ഫ്ലോറസ്റ്റയുടെ ഉടമ ഡസിൽവ
ലാംഗയോട് ഒരു ചോദ്യം ചോദിച്ചു. അനക്കോണയുടെ തൊലി എടുത്തതുപോലെ ഒരു ബ്ലാക്ക് ജാഗുവാറിന്റെ സ്കിൻ കൊണ്ടുപോകാനായിട്ട് ലാംഗയ്ക്ക് താല്പര്യമുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. നല്ല ചോദ്യം. ഉത്തരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അവസാനമായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സെപ്റ്റംബർ 30 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 3 ദിവസങ്ങൾ കൂടി മാത്രം. സമയം കുറവാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.